ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കൾ, എന്നോട് നിങ്ങളുടെ സംഘാടകരാവശ്യപ്പെട്ടിട്ടുള്ളത് ദ്രവ്യ ഗുണത്തെ അവലംബമാക്കി ഈ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുവാനാണ്. അതിൻ്റെ ആനുകാലികമായ പ്രസക്തി ആയുർവേദത്തെ അടിസ്ഥാനപ്പെടുത്തി. ആയുർവേദത്തിൻ്റെ രണ്ട് പ്രഗത്ഭ ശാഖകളാണ് പദാർത്ഥ വിജ്ഞാനവും ദ്രവ്യ വിജ്ഞാനവും. രണ്ടും ഒന്നാണെന്ന് ധരിച്ചു വശായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പദാർത്ഥം സമം ദ്രവ്യമെന്നാണ് തലയിൽ പലപ്പോഴും ഉണ്ടാവുക. ആയുർവേദം അതിൻ്റെ ഏറ്റവും പ്രാചീനമായ സമസ്യകൾ കണ്ടെത്തിയിട്ടുള്ളത് അതിപ്രശസ്തങ്ങളായ വേദങ്ങളിൽ നിന്നാണ്. ചികിത്സാ പദ്ധതി തന്നെ രൂപാന്തരപ്പെടുന്നത് അഥർവവേദത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ കഴിക്കുന്ന ആഹാരം വിഷമയമായി തീർന്ന് ഉണ്ടാകുന്ന രോഗങ്ങളാണ് പ്രധാനമായി ഗണിക്കുന്നതിലൊന്ന്. രണ്ട്, കൃമിജങ്ങളായ രോഗങ്ങളാണ്. അതിസൂക്ഷ്മങ്ങളായ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ ഒട്ടേറെ കൃമികളെപ്പറ്റി അഥർവവേദത്തിൽ വളരെ വിശദമായ പഠനം തന്നെയുണ്ട്. ചിലത് മാത്രമൊന്ന് സൂചിപ്പിച്ച വിഷയത്തിലൂടെ കടന്നുപോകാം എന്ന് വിചാരിച്ചാൽ, ഗർഭാശയത്തിൽ ഇരുന്നു കൊണ്ട് ഗർഭത്തെ സ്രവിപ്പിക്കുന്നവയും അതുപോലെ തന്നെ സ്ത്രീയിലിരുന്നു കൊണ്ട് പുരുഷ ബീജത്തെ നശിപ്പിക്കുന്നവയും അതേപോലെ കഴിച്ചു കഴിഞ്ഞ പാത്രത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്നവയും പശുവിൻ്റെ പാലിലൂടെ കടന്നുകൂടുന്നവയും ഒക്കെയായ ഒട്ടനേകം സൂക്ഷ്മ ജീവികളെക്കുറിച്ച്, അവ ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ച് അതിവിശദമായി അഥർവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള, ഒന്ന്, ആഹാരം അകത്ത് വിഷമയമായി തീർന്ന് അത് കോശകോശാന്തരങ്ങളിൽ വിഷത്തെ സ്രവിപ്പിച്ച് അവ രോഗങ്ങളായിത്തീരുന്നവയും. രണ്ട്, ഈ കൃമികൾ ഉണ്ടാക്കുന്നവയും. മൂന്ന്, വാത പിത്ത കഫങ്ങളാലുള്ളവയും. ഇങ്ങനെ മൂന്നെണ്ണമാണ് പ്രാചീന കാലം മുതൽ പറഞ്ഞു പോരുന്നത്. അവയിൽ നിന്നെല്ലാം ക്രോഡീകരിച്ചാണ് പിന്നീട് സുശ്രുതന്റെയും ചരകന്റെയും വാഗ്ഭടന്റെയും ഒക്കെ പഠനങ്ങൾ നമുക്ക് ഇന്നത്തെ നിലയിൽ ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായ ഈ മൂന്നിനെയും അവയോടനുബന്ധിച്ച് പിതൃജങ്ങൾ, മാതൃജങ്ങൾ, അതായത് ആദിബലപ്രവൃത്തങ്ങൾ, ജന്മബലപ്രവൃത്തങ്ങളൊക്കെയായുള്ളതിനെ സുശ്രുതനൊക്കെ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾ പഠിക്കുന്നുമുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിനുള്ള ഒരു സൂചന എന്ന നിലയിൽ ഇവിടെയെല്ലാം ദ്രവ്യമാണ് ഈ പരിണാമങ്ങൾക്കെല്ലാം വിധേയമാകുന്നത്. വിധേയമാക്കുന്നതിൽ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അതിസൂക്ഷ്മമായ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. അതുകൊണ്ട് പ്രാചീനർ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളത് ആതുര സംഗതിയിൽ ശബ്ദത്തെയാണ്. വർണ്ണങ്ങൾ ചേർന്ന പദങ്ങൾ, പദങ്ങൾ ചേർന്ന വാക്യങ്ങൾ, ഇവയുടെ പഠനം ആയുർവേദത്ത് എന്തിനു വേണ്ടിയാണ് ആയുർവേദത്തിൽ പദാർത്ഥ നിശ്ചയവും പദാർത്ഥ വിജ്ഞാനവും പലപ്പോഴും സിലബസിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുന്നുണ്ടാവും, എന്തിനു വേണ്ടി ഇത് പഠിക്കണം? പഴയ ആളുകൾ ഒരു ചെടി പറിക്കുമ്പോൾ തൊട്ടുരിയാടാതെ പറിക്കണം എന്ന് പറയും. അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് ആധുനികരും പറയും. ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ തലം വരെ ഇത് സത്യമാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടം ആധുനിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെതായിരുന്നു. എന്നാൽ മാക്സ് പ്ലാങ്കും ക്വാണ്ടം ഫിസിക്സും വന്നതോടുകൂടി അതുവരെ നിലനിന്നിരുന്ന ദ്രവ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ദ്രവ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അവിടെ മാറി മറിഞ്ഞു. വൈദ്യശാസ്ത്രത്തിൽ ഇനിയും അത് കടന്നുവന്ന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ച് ആയുർവേദ സിദ്ധാന്തങ്ങളെ മാറ്റി എഴുതുവാനും ആയുർവേദ പഠനങ്ങളെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ രീതിയിലേക്ക് മൊഴിമാറ്റം ചെയ്യുവാനും ഒക്കെ നാം കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിനിടയിലാണ് നിങ്ങളിവിടെ എന്നെ ഈ ക്ലാസ്സിന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 1000 ശങ്കകൾ ഉണ്ടാകുവാൻ ഇടയുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഒന്ന്, വൈദ്യശാസ്ത്രത്തെ ദ്രവ്യാധിഷ്ഠിത ലോകത്തേക്ക് കൊണ്ടുപോകാൻ. ജ്വരത്തെ പോലും പ്രാചീനൻ നിർവചിച്ചത് ശരിയായില്ല എന്ന് ഹൈപ്പോത്തലാമസ് സിദ്ധാന്തം വെച്ചുകൊണ്ട് പുനർനിർവചനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ ദൃഷ്ടികോണങ്ങൾ ദ്രവ്യത്തെ അതിന്റെ സ്ഥൂലതയിലാണ് കാണുന്നത്. ആയുർവേദം അങ്ങനെയല്ല കണ്ടിരുന്നത്. വളരെ വ്യത്യസ്തമായി ഇന്നുള്ള ഒരാൾ പഠിക്കുവാൻ പോകുമ്പോൾ പോലും സങ്കീർണമെന്ന് തോന്നാവുന്ന, അതുകൊണ്ട് തന്നെ ആയുർവേദം പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ 4ാമത്തെ ചോയ്സ് എങ്കിലും ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 1ാമത്തെ ചോയ്സുള്ള വിദ്യാർത്ഥികൾ ഈ ഇടയിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചാരിതാർത്ഥ്യജനകവുമാണ്. പലപ്പോഴും നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ തലങ്ങളിൽ അതിൻ്റെ ശാഖകളിൽ ശ്രമിച്ചു നോക്കിയിട്ട് കിട്ടാതെ വരുമ്പോൾ നിരാശയോടുകൂടി എടുക്കുന്ന ഒരറിവ്, അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ, എന്നെ നിങ്ങൾ നിന്ദിക്കില്ല എന്ന് വിചാരിക്കാം അങ്ങനെ പറഞ്ഞാൽ. ശരിയല്ല, പ്രതികരിക്കാം, ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയാം. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥിക്ക് ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിച്ചു കഴിയുമ്പോഴും ആ ഇൻഫീരിയോറിറ്റി നിലനിൽക്കും. അത് പോകാൻ തക്കവണ്ണമുള്ള പഠനങ്ങൾ സിലബസിൽ പലപ്പോഴും കുറവുമായിരിക്കും. ആയുർവേദത്തിലില്ലാത്തതുകൊണ്ടല്ല, സിലബസിൽ കുറവായതുകൊണ്ടാണ്. അതിനെ അതിജീവിക്കുവാൻ പര്യാപ്തങ്ങളായ അറിവുകൾ, വളരെയധികം അറിവിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നൊരു പക്ഷേ ലഭിച്ചേക്കാം. ഇല്ലെങ്കിൽ അത് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ചു കഴിഞ്ഞിത് പഠിക്കേണ്ടി വരും. അത് പോകുന്നത് ദ്രവ്യത്തിന്റെ സ്ഥൂലതയിലൂടെ മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ആയുർവേദത്തിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ആകെ പഠിക്കാനുള്ളത്. വ്യാധി വിപരീതമെന്ന ഒരു ഭാഗം മാത്രം, ഹോമിയോപ്പതിയിൽ തദർത്ഥകാരി എന്നൊരു ഭാഗം മാത്രം. ആയുർവേദം ഈ 2 ഭാഗങ്ങൾക്കും അപ്പുറം അതിൻ്റെ തത്വചിന്താപരമായ സിദ്ധാന്തപരമായ ചികിത്സ ദ്രവ്യത്തിന്റെ അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തിച്ചെയ്യുന്നത് ഹേതുവിപരീതത്തിലാണ്.
എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലെ 1-2 നരച്ചവരെ കാണുന്നുണ്ട്. അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ കഴിഞ്ഞ 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ എണ്ണ തേപ്പിച്ചാൽ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരായ ഭിഷഗ്വരന്മാർ വഴക്കു പറയുമായിരുന്നു. ആ എണ്ണ വെറുതെ കളയുകയാണെന്ന് പറയുമായിരുന്നു. ത്വക്കും മസ്തിഷ്കവുമായുള്ള ബന്ധം ചരകൻ എത്ര സുതാര്യമായി പറഞ്ഞിരിക്കുന്നുവെന്നും ത്വക്കിലൂടെ എങ്ങനെ ചികിത്സ ചെയ്യാമെന്നും ഉള്ളത്ര വിപുലമായ ഒരു തുള്ളി മരുന്ന് നസ്യം ചെയ്യുന്നതിലൂടെ എങ്ങനെ ഊർധ്വജത്രുഗതങ്ങളായിരിക്കുന്ന നാഡികളിലൂടെ എല്ലാം കടന്ന് ബോധവാഹികളിലേക്ക് എത്തുമെന്ന് ആയുർവേദത്തിന്റെ സൈദ്ധാന്തിക ചിന്തകളുടെ അടുത്ത് ഇതര ശാസ്ത്രങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ആധുനികർ തയ്യാറായിരുന്നു എങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് ഗൗരവമുണ്ടാവും. ആസ്യോദനത്തിലൂടെ, കബളത്തിലൂടെ, ഗണ്ടൂഷത്തിലൂടെ, ധൂമപാനത്തിലൂടെ ഒക്കെ എങ്ങനെയാണ് ഔഷധപ്രയോഗം പ്രയോജനപ്രദങ്ങളായ മേഖലകളെ കൈക്കൊള്ളുന്നത്? ആയുർവേദത്തിന്റെ സ്വന്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന, സിദ്ധാന്ത ചികിത്സയുടെ വിപുല ഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശിരസ്സിനായുള്ള പഞ്ചകർമ്മത്തെയും വിപുലമായ പഞ്ചകർമ്മത്തെയും എങ്ങനെയാണ് ചികിത്സാശാസ്ത്രത്തിൽ ഇത്രയധികം പ്രാധാന്യത്തോടും അറിവോടും കൂടി പൗരാണികരായ അവർ ഉപയോഗിച്ചു വന്നത്? അതിനവരെ പ്രേരിപ്പിച്ച ദ്രവ്യവിജ്ഞാനം ഏതു തരത്തിലുള്ളതാണ്? ആയുർവേദം ദ്രവ്യം എന്ന് പറയുമ്പോൾ, പദാർത്ഥമെന്ന് പറയുമ്പോൾ, പദാർത്ഥത്തിൽ ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെയും ആ ശബ്ദവിന്യാസത്തിലൂടെ ദ്രവ്യസഞ്ചയങ്ങൾക്കുണ്ടാകുന്ന പരിണാമഭേദങ്ങളെയും എല്ലാം ഒരു ഭാഗത്ത് പഠിപ്പിക്കുന്നു എങ്കിൽ, ദ്രവ്യവിജ്ഞാനത്തിലൂടെ ഏത് തരത്തിലാണ് ദ്രവ്യത്തെ ഉപയുക്തമാക്കേണ്ടതെന്ന് ദ്രവ്യപരിചയത്തെയും ദ്രവ്യഗുണവിജ്ഞാനത്തെയും ദ്രവ്യകൽപ്പവിജ്ഞാനത്തെയും ആസ്പദമാക്കി രോഗിയുടെ ആന്തര അവയവങ്ങൾ ഇവയൊക്കെ ദ്രവ്യങ്ങളായും, കഴിക്കുന്ന ആഹാരത്തെ ദ്രവ്യമായും, കഴിക്കുന്ന ഔഷധത്തെ ദ്രവ്യമായും, കഴിക്കാനെടുക്കുന്ന പാത്രങ്ങളെ ദ്രവ്യങ്ങളായും, ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ദ്രവ്യത്തിന്റെ ഏതേത് തലങ്ങളാണ് പഠനവിധേയമാക്കുന്നത്? സൗകര്യത്തിനു വേണ്ടി ഇന്ന് ഞാനിത് പറയുന്ന ഈ സമയത്ത് ഇന്ത്യയിലുടനീളം ഗവേഷണം ആയുർവേദത്തിൽ നടക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ രീതിയിൽ എങ്ങനെ എളുപ്പത്തിൽ ഔഷധം കഴിക്കാം എന്നുള്ളതാണ്. അലോപ്പതിയിൽ നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റുകൾ നിങ്ങൾക്കറിയാം, അതിൽ 250 മില്ലിഗ്രാം എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 500 മില്ലിഗ്രാം എന്ന് എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവുമില്ല. ഒരു ടാബ്ലറ്റിന്റെ തൂക്കം എത്ര ഉണ്ടാവും? നിങ്ങൾ വിഴുങ്ങുന്ന ഒരു ടാബ്ലറ്റിന്റെ തൂക്കം എത്ര ഉണ്ടാവും? ചിന്തിച്ചിട്ടില്ല.
വെറും കോമൺ സെൻസിൽ ഏതാണ്ട് എത്ര ഗ്രാം കാണും? ഒരു 4 ഗ്രാം 5 ഗ്രാം കാണും. ശരിയല്ല? വരിയും എങ്കിലും 1 ഗ്രാമിന് മുകളിൽ എന്തായാലും ഉണ്ടാവും. ശരിയാണ്. എടുക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു ടാബ്ലറ്റിന് 4 ഗ്രാം 5 ഗ്രാം വരെയൊക്കെ തൂക്കമുണ്ടാവും. 250 മില്ലിഗ്രാം 5 ഗ്രാമുള്ള ഒരു ടാബ്ലറ്റ് 250 മില്ലിഗ്രാം മാറിയാൽ 4750 മില്ലിഗ്രാം ഉണ്ട്. 250 മില്ലിഗ്രാം അതിലെ ഔഷധവും 4750 മില്ലിഗ്രാം ഫില്ലർ മെറ്റീരിയലുമാണ്. പലപ്പോഴും ക്ലേയാണ്. ഫില്ലർ മെറ്റീരിയൽ ക്ലേയാണ്. നിങ്ങൾ വാരി പൂശുന്ന പൗഡർ, ടാൽക്കം പൗഡർ ക്ലേ തന്നെയാണ്. ക്ലേ ഫാക്ടറിയുടെ അടുത്ത് വസിച്ചാൽ രോഗമുണ്ടാകുമെന്ന് വൈദ്യശാസ്ത്രം തന്നെ നിങ്ങളോട് പറയുന്നു. ക്ലേ ഫാക്ടറിക്കകത്ത് തൊഴിലെടുത്താൽ ആ പൊടിമണ്ണ് നിങ്ങളിൽ ഒരുപാട് തരം അലർജി ഉണ്ടാക്കുമെന്ന് വൈദ്യശാസ്ത്രം തന്നെ നിങ്ങളോട് പറയുന്നു. അത് ഫില്ലർ മെറ്റീരിയലായിട്ടുള്ള മരുന്ന് നിത്യവും നിങ്ങൾ കഴിച്ചാൽ അത് ഉപയോഗപ്രദമാണെന്നും അതേ തരത്തിൽ വൈദ്യശാസ്ത്രം നിങ്ങളോട് പറയുന്നു. നാമും ഇന്ന് ആയുർവേദത്തിൽ അതുപോലുള്ള ഫില്ലർ മെറ്റീരിയലുകളിലൂടെ പോകാൻ ഒരുങ്ങുമ്പോൾ ആയുർവേദം സ്ഥൂലമായ ദ്രവ്യത്തെ ഔഷധത്തിൽ ഉപയോഗിച്ചാൽ പ്രയോജനപ്പെടില്ല എന്ന് പ്രാചീനർ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഔഷധങ്ങളെ, ചികിത്സാ സമ്പ്രദായത്തെ ദൈവീ ചികിത്സ, മാനുഷീ ചികിത്സ, ആസുരീ ചികിത്സ എന്ന് 3ആയി തിരിച്ചിട്ടുള്ള ആയുർവേദം മനുഷ്യനെയും മൃഗങ്ങളെയും ബഹിരന്തശ്ചേതനങ്ങളായി തിരിച്ചിട്ടുള്ള ആയുർവേദം സസ്യങ്ങളെയും ലോഹങ്ങളെയും ധാതുലവണങ്ങളെയുമെല്ലാം അന്തശ്ചേതനങ്ങളെന്ന് തിരിച്ചിട്ടുണ്ട്. അന്തശ്ചേതനങ്ങളായ ഈ പദാർത്ഥങ്ങളത്ര, ഈ ദ്രവ്യങ്ങളത്രയും ജഡത്വം ബാധിച്ചു കിടക്കുന്നവയാണ്. ജഡത്വം ബാധിച്ചിട്ടുള്ള ഈ പദാർത്ഥങ്ങളൊന്നും ഔഷധയോഗ്യമാവില്ല. അതിനെ ചേതനമാക്കി മാറ്റിയാൽ മാത്രമേ ഔഷധമാവൂ. സ്വർണത്തെയും വെള്ളിയെയും ചെമ്പിനെയും ഇരുമ്പിനെയും വങ്കത്തെയും എല്ലാം ചേതനമാക്കി മാറ്റിയാൽ ദൈവീ ചികിത്സയിൽ അത്യത്ഭുതകരങ്ങളായ ഫലങ്ങൾ ലഭിക്കുമെന്ന് ഏറ്റവും പ്രാചീനരാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, ആധുനികരല്ല. ആയുർവേദമൊക്കെ പഠിച്ചിട്ടിറങ്ങി നിങ്ങൾ നാളെ ആരെങ്കിലും, നിങ്ങളുടെ പരിചയക്കാര് ആയ രോഗികൾ ആരെങ്കിലും പോയി തമിഴ്നാടിന്റെ ഏതെങ്കിലും മൂലയിൽ നിന്ന്, അവിടെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഭസ്മം വാങ്ങിച്ചു കഴിച്ചു, ചെമ്പിന്റെയോ ലോഹത്തിന്റെയോ ഇരുമ്പിന്റെയോ, ലോഹം ഇരുമ്പ്, ഭസ്മം വാങ്ങിച്ചു കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദം അറിയുന്നവർ പോലും കിഡ്നി പോകുമെന്ന് പറയും. ആ കഴിച്ച ഭസ്മത്തിന്റെ എത്രയോ മടങ്ങാണ് വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇരുമ്പ് ഒരു ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോകാത്ത കിഡ്നി, എത്രയോ അലുമിനിയമാണ് ഇവൻ തിന്നുകൊണ്ടിരിക്കുന്നത്. ശുദ്ധി ചെയ്ത ഈ പദാർത്ഥങ്ങളിൽ നിന്ന് പോകുമെന്ന് പോലും പഠിക്കാതെ നമ്മൾ കയറി പറയും. ആയുർവേദത്തിലും ആയുർവേദത്തിന്റെ ഉപശാഖകളായുണ്ടായിട്ടുള്ള വൈദ്യശാസ്ത്ര പ്രസ്ഥാനങ്ങളിലും എങ്ങനെയാണ് ഈ പദാർത്ഥങ്ങളെ, ഈ ദ്രവ്യങ്ങളെ അവയുടെ അന്തശ്ചേതനയെ ഉണർത്തി ബാഹ്യചേതനയോടുകൂടി ഉപയുക്തമാക്കുന്നത്, അവിടെയാണ് ദ്രവ്യഗുണവിജ്ഞാനത്തിന്റെ,
ദ്രവ്യപരിചയത്തിൻ്റെ, ദ്രവ്യകൽപ്പവിജ്ഞാനത്തിൻ്റെ 3 തലങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മൂന്നും സമഗ്രമായി പഠിക്കാതെ ഒരു ഭിഷഗ്വരനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ അസാധ്യമാണ്. ഒന്ന്, രോഗിയിൽ നിന്ന് രോഗനിർണയം നടത്തുവാനുള്ള കഴിവ്. ഇന്നതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഭിഷഗ്വരനെ കഴിഞ്ഞയാഴ്ച കാണുവാനിടയായി. ഇന്ത്യയിൽ MD-ക്ക് കിട്ടാത്തതുകൊണ്ട് പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയി MRCP എടുത്തു. അവിടെ കുറെ കാലം സേവനം ചെയ്തു. അദ്ദേഹം ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളുമായി ഒരുപാട് ബാർഗെയിൻ ചെയ്തു. പോരാൻ നേരത്ത് അദ്ദേഹത്തിനുള്ള വൈഷമ്യം 2 എണ്ണമാണ്. ഒന്ന്, റെപ്രസെന്റേറ്റീവ് പറയുന്ന മരുന്നുകളാണ് കുറിക്കേണ്ടി വരിക. 2, സ്കാനിംഗ് മുതലായതിലൂടെയാണ് രോഗനിർണയം വേണ്ടി വരിക. പഠിച്ചതിന് പ്രാധാന്യം നഷ്ടപ്പെടുന്നു എന്ന് വിലപിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ പ്രാചീനനായ ആയുർവേദ ഭിഷഗ്വരൻ രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ അത് ഏത് അവയവത്തെ, ഏതേതു കോശങ്ങളെ, ഏതേത് പ്രായത്തിൽ എങ്ങനെയെല്ലാം ബാധിച്ചിരിക്കുന്നു എന്ന് കാലം, ദേശം, വയസ്സ് മുതലായ കാര്യങ്ങളെ മുഴുവൻ പഠിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ദ്രവ്യത്തിൻ്റെ അന്തശ്ചേതനയെ ഉണർത്തിക്കഴിഞ്ഞാൽ ആ രോഗം നമുക്ക് പിടിയിലൊതുങ്ങും. അർബുദത്തിലൊക്കെ ഇത് വളരെ പ്രധാനമാണ്. ദ്രവ്യനിശ്ചയം നല്ലതുപോലെ നടത്തിയാൽ മാത്രമേ ചികിത്സ നമുക്ക് പിടിയിലൊതുങ്ങി കിട്ടൂ. അതിന് ദ്രവ്യത്തിന്റെ ഗുണവിജ്ഞാനം. പ്രമേഹമുള്ള ഒരു രോഗി വന്നു. ആധുനികരായ ഭിഷഗ്വരന്മാർ ഉപ്പ് നല്ലപോലെ ഉപയോഗിക്കാം, ഉപ്പുള്ള ബിസ്ക്കറ്റ് കഴിക്കാം എന്ന് പറയും. ഉപ്പ് വിഭാഗത്തിൽ മധുരമായി പ്രവർത്തിക്കുന്നു എന്ന് ദ്രവ്യ ഗുണവിജ്ഞാനം അറിയുമെങ്കിൽ മാത്രമാണ് നമുക്കറിയുക. ഉപ്പ് അകത്തെത്തിക്കഴിഞ്ഞാൽ അത് മധുരമാകുന്നുണ്ട് എന്നത് ആയുർവേദത്തിന്റെ പഠനമാണ്. കയ്പും ചവർപ്പും കടുവും കടുരസമായി മാറുന്നുണ്ട് എന്നത് ആയുർവേദത്തിന്റെ പഠനമാണ്. അപ്പോ രസത്തെയും വിഭാഗത്തെയും നല്ലതുപോലെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ പ്രമേഹം വന്ന് കിഡ്നി പോയി ആശുപത്രിയിൽ ഡയാലിസിസിന് കിടക്കുമ്പോൾ ഉപ്പ് നിയന്ത്രിക്കാറുണ്ട്. ഉപ്പ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പ്രമേഹം പരിച്ഛേദം പോവുകയും കിഡ്നി നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മോശമായത് പോകാതിരിക്കുകയും ചെയ്യുന്നു എന്ന അനുഭവം കേരളത്തിലെ നെഫ്രോളജിസ്റ്റുകൾക്കും യൂറോളജിസ്റ്റുകൾക്കും വേണ്ടത്രയുണ്ട്. അത് കാണുമ്പോൾ പോലും നെഫ്രോളജിസ്റ്റ് ഡയബറ്റോളജിസ്റ്റുമായി ചേർന്നിട്ട് സമൂഹത്തോട് പറയാൻ തയ്യാറാകുമെങ്കിൽ ആ ഒബ്സർവേഷൻ മാത്രം മതിയാവും. ഉപ്പ് ആയുർവേദത്തിന്റെ പൗരാണികമായ പഠനത്തിലെ വിഭാഗ നിശ്ചയത്തിൽ പറയുന്നത് പോലെ പ്രമേഹത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ, ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ നാളെ ഇറങ്ങുമ്പോൾ ദ്രവ്യ ഗുണവിജ്ഞാനം അനിവാര്യമാണ്. ആ ദ്രവ്യ ഗുണങ്ങളെ, അതിൻ്റെ രസം, വീര്യം, വിഭാഗം എല്ലാം പഠിച്ചാലും പ്രഭാവം എന്നൊന്നുണ്ട്. സജാതൃ പ്രത്യാരബ്ധവും വിജാതൃ പ്രത്യാരബ്ധവുമാകുന്ന പ്രഭാവം നമ്മുടെ കണക്കുകൾക്കെല്ലാം അപ്പുറമാണ്. പലപ്പോഴും അതാണ് ഏറ്റവും പ്രയോജനപ്പെടുക. അപ്പൊ ഇത് ദ്രവ്യ ഗുണവിജ്ഞാനത്തിലും
അത് കഴിഞ്ഞാൽ ഈ ദ്രവ്യം എവിടെ നിന്ന് എടുത്തതാണ്? ഇത് വളർന്ന ആവാസ വ്യവസ്ഥ ഏത് രീതിയിലുള്ളതാണ്? ഇതിന്റെ സമീപത്തുണ്ടായിരുന്ന ശബ്ദങ്ങളും കോലാഹലങ്ങളും എങ്ങനെ ഇതിന്റെ ദ്രവ്യഘടനയെ ബാധിച്ചിട്ടുണ്ടാവും? അത് ദ്രവ്യ പരിചയ വിജ്ഞാനത്തിലുള്ളതാണ്. അതും കഴിഞ്ഞാൽ ദ്രവ്യ കൽപ്പവിജ്ഞാനമുണ്ട്. ഇവയെ സംയോജിപ്പിക്കുക. പേറ്റന്റ് മരുന്നുകളുടെയും ക്ലാസിക്കൽ മരുന്നുകളുടെയും അന്തരം എവിടെയാണ്? ഒരു ലക്ഷത്തിലധികം മരുന്നുകൾ വിപുലങ്ങളായ ആയുർവേദ ശേഖരങ്ങളിൽ ഇന്ന് മാർക്കറ്റിലുള്ളവയും ഇല്ലാത്തവയുമായുണ്ട്. ആയുർവേദ വിദ്യാർത്ഥികളും ആയുർവേദ ഭിഷഗ്വരന്മാരും ശ്രദ്ധിക്കുമെങ്കിൽ ഇന്ത്യക്ക് ആ മരുന്നുകളിൽ ഒരു 10-1 ഭാഗമേ ആകെ ഇന്നുള്ള രോഗചികിത്സയിൽ വേണ്ടി വരുള്ളൂ. ഒരു പുതിയ ഗവേഷണവും ഒരു പുതിയ മരുന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഇന്ന് പല രോഗങ്ങളും നിയന്ത്രണത്തിൽ വരുന്നില്ല എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദ ഭിഷഗ്വരന്മാർ ഈ കാര്യങ്ങൾ പഠിച്ചവരായിരിക്കുകയും ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടായിരിക്കുകയും ജനങ്ങൾ ആയുർവേദത്തിന്റെ സ്വസ്ഥവൃത്തത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന കാലങ്ങളിൽ ജനസംഖ്യ ആനുപാതികമായി ഇന്ന് കാണുന്ന മാരക രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ചിരിച്ചേക്കും. പ്രായമായവർ അനുഭവം കൊണ്ട് പറയട്ടെ, 1960കളിൽ ഈ ദ്രവ്യവിജ്ഞാനം ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഭിഷഗ്വരന്മാരിൽ മാത്രമല്ല, ഇന്ത്യയിലെ ക്യാൻസറിന്റെ എണ്ണം നോക്കുക, കൊച്ചു കേരളത്തിലെ ക്യാൻസറിന്റെ എണ്ണം നോക്കുക. ദ്രവ്യവിജ്ഞാനം പഠിക്കാൻ പോകുമ്പോൾ എന്തിനാണത് എന്ന് നിങ്ങൾക്ക് ഓർക്കാൻ ഒരു ഉദാഹരണം സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. ജനസംഖ്യ ഇന്ന് കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. രോഗം ഇന്ന് കൂടി വരികയാണ്. ജനസംഖ്യ ആനുപാതികമായി വളരെ കൂടി വരികയാണ്, ക്യാൻസർ പ്രത്യേകിച്ച്. മറിച്ച് അന്ന് വളരെ കുറവാണ്. ദ്രവ്യത്തെക്കുറിച്ചുള്ള അന്നത്തെ പഠനം വീടുകളിലെ അമ്മമാരുടെ ഉള്ളിൽ ചെന്നിരുന്നു. ഇന്ന് നിങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മമാരെല്ലാം നന്നായി പഠിച്ചവരാണ്. പക്ഷെ അനുഭവത്തിൽ ആ ദ്രവ്യവിജ്ഞാനം നിങ്ങളുടെ കയ്യിലില്ല. എന്നാൽ 1960-ൽ അമേരിക്കയിലെ നിലനോക്കുക, പരിഷ്കൃത രാജ്യമായ അമേരിക്ക, അതിനെ അനുകരിക്കാനാണ് നമ്മൾ ഇന്ന് ഓടുന്നത്. 64-ൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, ഓർമ്മയുണ്ടാവുമോ നിങ്ങൾക്ക്? 1964-ൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്. നിക്സൺ 1964-ൽ പാർലമെന്റിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കയറിയാൽ കിട്ടും. അദ്ദേഹം അന്ന് പറഞ്ഞത് 3,50,000 ക്യാൻസർ രോഗികൾ അമേരിക്കയിലുണ്ടെന്നാണ്. അമേരിക്കയുടെ ജനസംഖ്യയും ഈ രാജ്യത്തിന്റെ ജനസംഖ്യയും 64-ൽ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. 64-ൽ അമേരിക്കയിൽ 3,50,000 ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അന്ന് പറഞ്ഞത് 1976-ൽ ഈ മഹാവിപത്തിനെ തടയാൻ അമേരിക്കൻ ശാസ്ത്രലോകത്തിന് കഴിയണം. ലോകത്തൊരിടത്തും ഇനിയൊരു ക്യാൻസർ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം വളരെ വേദനാജനകമായി പറയുകയുണ്ടായി. കാരണം 1976 അമേരിക്കൻ ഐക്യനാടുകൾ ഉണ്ടായതിൻ്റെ 200-ാം ജന്മദിനമാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. 1976-ൽ
അമേരിക്കയിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം 2 ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ഇത്. അതിന്റെ ഗവേഷണത്തിൽ ഉൾപ്പെട്ട നോബൽ സമ്മാന ജേതാവ് പോലും ക്യാൻസർ വന്ന് മരിക്കുകയാണ് ഇത്. ഇന്നുവരെ നടന്ന ക്യാൻസർ രംഗത്തെ റിസർച്ച് വളരെ വിപുലമാണ്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ രംഗത്ത് നിങ്ങളുടെ ക്ലാസിക്കൽ റെമഡികളിൽ ഏതെടുത്തു കൊടുത്താലും വിദ്രധിക്കും അർബുദത്തിനും വിസ്ഫോടത്തിനുമൊക്കെയുള്ള മരുന്നുകളിൽ പലതും പറിച്ചു കൊടുക്കാവുന്ന ചില മരുന്നുകളും ക്ലാസിക്കലായിട്ടുള്ള കുറെ മരുന്നുകളും ഉണ്ടെങ്കിൽ 100% നിയന്ത്രിക്കാവുന്ന രസായനങ്ങൾ കൊണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കാവുന്ന ഒരു രോഗമാണിത്. ബ്ലഫ് ചെയ്യാൻ പറയല്ല. കാരണം നമ്മുടെ പൂർവാചാര്യന്മാർ ദ്രവ്യവിജ്ഞാനത്തിൽ വളരെ സൂക്ഷ്മമായ പോയത്. അവര് കണ്ടെത്തിയത് പ്രായം കൂടുന്നതിനെയാണ് പല മാരക രോഗങ്ങളുടെയും ലക്ഷണമായി കണ്ടത്. ആയുർവേദത്തിൽ നിങ്ങളൊരു തമാശ എന്ന നിലയിൽ ചിരിച്ചു തള്ളിയ ഒരു ഇതിഹാസമുണ്ടാവും. പ്രാചീനരായ കുറെ ഋഷിമാർ കൂടിയിരുന്ന് വയസ്സ് കുറയുന്നു എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിടത്ത് ആയുർവേദം ആരംഭിച്ചുവെന്ന് ഒരു ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. അന്ന് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നിയിട്ടുണ്ടാവും. ശരിയല്ല. ഇങ്ങനെയുള്ള കള്ളമൊക്കെ എഴുതി വെക്കുക, ഈ ഐതിഹ്യമൊക്കെയാണ് ആയുർവേദ ചരിത്രം. പിന്നെ എങ്ങനെ ഇതിനെ വിശ്വസിക്കും? ആയുഷ്യം ച അനായുഷ്യം ച വേദയതീതി ആയുർവേദ എന്ന് പറയുമ്പോഴും നിങ്ങൾ ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പ്രായം ചെന്ന അമ്മയോട് ചോദിക്കുക, ആ വീട്ടിലെ പെൺകുട്ടികൾ 1960-കൾക്കും 50-കൾക്കും മുമ്പ് ആദ്യമായി മെൻസസ് ഉണ്ടായത് എത്ര വയസ്സിലാണെന്ന് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്നവർ പറഞ്ഞേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് 16 മുതൽ 18 വയസ്സ് വരെ. ഒരു നര കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയുണ്ടോ? ശരിയാണ്. ഇവിടെയും ഒരു നരച്ചയാളെ കാണുന്നുണ്ട്. നര ചെറുപ്പത്തിന്റെ അല്ലാന്ന് വിചാരിക്കാം. ശരിയാണോ? തലകുലിക്കുക, വാക്കുകളോട് കേൾക്കാൻ പറ്റില്ല. ശരിയാണ്. 16, 18, 50, 60-കളിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നതിന് പ്രായം കാണിച്ച ആദ്യത്തെ മെൻസസ്. ഒരാൾ പ്രായപൂർത്തിയാകുന്നതിന്റെ 6 ഇരട്ടിയാണ് അയാളുടെ ആയുർദൈർഘ്യം. ആയുർവേദ ചിന്തകളനുസരിച്ച് 108 വയസ്സ് വരെ ആ സ്ത്രീ ജീവിക്കാം. 18 വയസ്സിലാണെങ്കിൽ, 16-ലാണെങ്കിൽ ഒരു 96 വരെ ജീവിക്കാം. ഒരു 75-80 ആയപ്പോ ഇതൊരു 13, 14, 12, 13, 14 വയസ്സായി. ശരിയാണോ? ശരിയായിരിക്കോ? ആണെന്നോ അല്ലെന്നോ പറയണം. എന്റെ കൂടെ വന്നവരിൽപ്പെട്ട ആളല്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പോ 13 വയസ്സിലേക്ക് ഇത് കുറയുമ്പോ ഒരു 78 വയസ്സിൽ മരിക്കും. എന്താണ് ഈ 15 കൊല്ലത്തിനുള്ളിൽ കോശത്തിന്റെ പരിണാമം? മിറ്റോസിസ്. ദ്രവ്യമായ ഈ ശരീരത്തില് ദ്രവ്യരൂപമായ കോശം അതിന്റെ മിറ്റോസിസിൽ ഇടപെടാനും പെട്ടെന്ന് ക്രമഭംഗം കൂടാനും പ്രായമേറാനും എന്ത് പരിണാമമാണ് ചരിത്രത്തിൽ നടന്നത്? ഇന്നത് 2008 7 വയസ്സിലും 8 വയസ്സിലും ഇന്ന് പെൺകുട്ടികൾ ആദ്യത്തെ മെൻസസ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ അതിശയോക്തി ഒന്നും പറയുന്നതല്ല. 8 വയസ്സാവുമ്പോഴേക്ക് ധാരാളം കുട്ടികൾ പ്രായപൂർത്തിയാകുന്നു. എന്താണ് ഈ പരിണാമം?
എവിടെയാണ് ഈ മാറ്റം വന്നത്? 1950കളിൽ പ്രാണനും അന്നവും സൂര്യനും സമീചീനമായ വൈദിക സംസ്കൃതിയുടെ അടിസ്ഥാനത്തിലാണ് ഭാരതീയർ കൊണ്ടുപോയിരുന്നത്. അന്ന് മാംസഭുക്കുകൾ ഈ രാജ്യത്തില്ലായിരുന്നു എന്നല്ല പറഞ്ഞതിനർത്ഥം. സൂര്യനെ അവലംബിച്ച് അന്നത്തെ കാണുകയും മുഖ്യ ആഹാരം സസ്യജമായിരിക്കുകയും ആരെങ്കിലും മാംസപദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു കഷ്ണമോ അല്പം ചാറോ ഒക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. ശരിയായിരിക്കുമോ? ശരിയായിരിക്കുമോ? ഒരു സൈഡ് കറിയായിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം സൂര്യനിൽ നിന്ന് നേരിട്ട് പചിക്കുന്ന സസ്യം ഭൂമിയുടെ ശൈശവവും മാംസം ഭൂമിയുടെ കൗമാരവും ആണെന്ന് പഠിച്ചിട്ടുള്ള പ്രാചീനൻ സസ്യത്തിന് മുഖ്യ പ്രാധാന്യം നൽകുമ്പോൾ ബാല്യം 16-17 വയസ്സുവരെ നീളും. ആയുർവേദത്തിന്റെ പഴയ ഗ്രന്ഥങ്ങളിലെ ബാല്യം 16 വയസ്സിലാതിരുന്നത്. കൗമാരഭൃത്യം 16 വയസ്സുവരെയാണ്. ഇന്ന് അത് വെച്ച് മരുന്ന് കൊടുത്താൽ ഫലിക്കില്ല ആ ഡോസൊന്നും. ഇന്ന് 6-7 വയസ്സാകുമ്പോൾ അവൻ കാര്യഗ്രഹണ പാടവമുള്ളവനും മനസ്സ് വളർന്നവനും ശരീരം വളർന്നവനും പരിണാമങ്ങൾ ഉണ്ടായവനും കർത്തവ്യ നിപുണതയുള്ളവനും വേണ്ടത്ര സ്ട്രെസ്സുള്ളവനുമാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ കുട്ടികളാണ് സ്ട്രെസ്സുള്ള കാര്യങ്ങളിൽ മുഴുവൻ തീരുമാനമെടുക്കുന്നത്. ശരിയല്ല, ശരിയല്ല. ഇവിടെ ദ്രവ്യത്തിന് വരുന്ന പരിണാമം അവന്റെ കോശമാകുന്ന ദ്രവ്യത്തിന് ഉണ്ടാകുന്ന ബഹിരന്തശ്ചേതനമായിരിക്കുന്ന അവനിലുണ്ടാകുന്ന പരിണാമം കോശത്തെ എത്രമാത്രം ക്രമഭംഗത്തിന് വിധേയമാക്കുന്നു. മിറ്റോസിസ്. ഗർഭസ്ഥാവസ്ഥയിൽ 56 ദിവസത്തിനുള്ളിൽ പ്രാഥമികങ്ങളായ 20ഉം 12ഉം 32 ക്രമഭംഗങ്ങൾ ഉണ്ടാവും. സൈറ്റോളജിക്കൽ ഡിഫറൻസിയേഷനും സൈറ്റോമോർഫിസവും ഒക്കെ നിങ്ങൾ പഠിക്കുന്നവരാണ്. പ്രാഥമികങ്ങളായത് നടക്കുന്നത് 20ഉം 12ഉം 32 എണ്ണം 56 ദിവസത്തിനുള്ളിലാണ്. ഒരു നാട്ടുംപുറത്തുകാരിയായ സ്ത്രീക്കും വിദ്യാഭ്യാസമില്ലെങ്കിലും ഗർഭാധാനം കഴിഞ്ഞ് 56 ദിവസവും പ്രസവിച്ച് 56 ദിവസവും വളരെ പ്രാധാന്യത്തോടെ നോക്കുമ്പോൾ വിദ്യാസമ്പന്നരായ നിങ്ങൾ അത് പ്രാധാന്യമില്ലാത്തതായി കാണുന്നുവെങ്കിൽ നിങ്ങളുടെ പഠിപ്പില്ലായ്മയും അവരുടെ പഠിപ്പില്ലായ്മ അനുഭവത്തിൽ പഠിപ്പുമാണ്. മനസ്സിലായോന്നറിയില്ല. ഞാൻ പറഞ്ഞത് ഗ്രഹിച്ചുവോ എന്നെനിക്കറിയില്ല. അപ്പൊ ദ്രവ്യത്തിന്റെ ഈ പ്രകൃതി അവര് തറ ഇടുമ്പോൾ, വീട് വയ്ക്കുമ്പോൾ ഭൂമിയുടെ ശൈശവമാണ് മണ്ണ്. ആ മണ്ണ് ഇഷ്ടികയായി കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ആ വീട്ടിലെ താമസം അത് കല്ലായി വളരുമ്പോൾ വെട്ടുകല്ലിൽ താമസിക്കുമ്പോൾ ഉള്ള വ്യത്യാസം, ആ വെട്ടുകല്ല് മൂത്താൽ യൗവനത്തിലെത്തിയാൽ നല്ല ഗ്രാനൈറ്റ് ആയി കഴിയുമ്പോൾ, കരിങ്കല്ലായി കഴിയുമ്പോൾ ഉള്ള വ്യതിയാനം, അതിന് വാർദ്ധക്യം വന്ന് പൊടിയാൻ തുടങ്ങുമ്പോൾ കാൽസൈറ്റ് സ്റ്റോണുകളായി മാറുമ്പോൾ മാർബിളിനുണ്ടാകുന്ന പരിണാമം. 1950-60 മുമ്പ് വിദ്യാഭ്യാസമില്ലാത്ത കാലങ്ങളിൽ ശ്മശാനങ്ങൾക്ക് മാത്രമാണ് മാർബിൾ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിയായിരിക്കുമോ? ശരിയായിരിക്കുമോ? ഇന്ന് നിങ്ങളുടെ വീടുകൾക്കും എൻ്റെ ആശ്രമത്തിനും ഒക്കെ ഇടുന്നത് നമ്മൾ മാർബിളാണ്.
അതിനകത്ത് താമസിച്ച ഒരാൾക്ക് ആമവാദമുണ്ടായാൽ, ഒരാൾക്ക് SLE ഉണ്ടായാൽ, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ് ഉണ്ടായാൽ, അയാളുടെ കോശത്തിന് പരിണാമമുണ്ടാവുകയും ഒരു ഇമ്മ്യൂണിറ്റി ഡിസോർഡർ അയാളെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭിഷഗ്വരൻ അയാളോട് പറയുമോ, ഒരു 15 ദിവസം നീ ആ വീട്ടിൽ നിന്ന് മാറി മാർബിൾ ഇടാത്ത വീട്ടിൽ താമസിച്ച് ഈ രോഗം പോകുന്നുവെങ്കിൽ തിരിച്ചു വന്ന ആ സാധനം എടുത്തു കളഞ്ഞിട്ട് താമസിക്കുക? ചോദ്യം മനസ്സിലായില്ല. അതല്ല, ഒരു ചികിത്സ, അതിൽ നിന്ന് അടുത്ത ചികിത്സ, അതിൽ നിന്ന് അടുത്ത ചികിത്സ ഈ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തിക്കൊണ്ട് കൂടുതൽ സങ്കീർണമായൊരു തഥ്യയിലേക്ക് പോകുമോ? എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ലോകത്ത് ദ്രവ്യത്തെ പഠിക്കുമ്പോൾ അവന്റെ ചുറ്റുപാടുമുള്ള ദ്രവ്യങ്ങളെ മുഴുവൻ ചേർത്തുവച്ച് അതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തി നോക്കുവാൻ ഭിഷഗ്വരന്റെ അറിവ് അത്ര വിപുലമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചികിത്സിക്കാൻ വരുന്നവനോട് നീ എവിടെ നിന്ന് വരുന്നു? അവന്റെ കോശത്തിന് പ്രായം കൂടാൻ 8 വയസ്സുള്ളൊരു കുട്ടി നരച്ചിട്ട് വരികയാണ്. ഒരകാല വാർദ്ധക്യ ലക്ഷണമാണത്. അകാല വാർദ്ധക്യങ്ങൾ വരുന്നുവെങ്കിൽ അത് ചില കോശങ്ങൾക്ക് മാത്രം വരുന്നുവെങ്കിൽ, ഇന്ന് നാം കാണുന്ന ക്യാൻസർ പലപ്പോഴും ഇൻ വൈവോയിലും ഇൻ വിട്രോയിലും അതിന്റെ സ്റ്റേജസും ഫേസസും വെച്ച് പഠിച്ചാൽ, ഫർട്ടിലൈസേഷൻ മുതൽ ഡെത്ത് വരെ ചേർത്ത് വെച്ച് പഠിച്ചാൽ കോശവാർദ്ധക്യമാണ് ഈ രോഗമെന്ന് കാണാം. കോശവാർദ്ധക്യത്തെ നിയന്ത്രിക്കുവാൻ ഇനി ഏത് ഗവേഷണത്തിലൂടെയാണ് മരുന്ന് കണ്ടുപിടിക്കുക? കോശവാർദ്ധക്യത്തിന് കോശകേന്ദ്രം കാരണമല്ല. ആധുനിക പഠനങ്ങൾ കോശകേന്ദ്രത്തിലൂടെ നീങ്ങുമ്പോൾ കോശദ്രവത്തെ വെച്ചല്ല അവർ പഠിക്കുന്നത്. വാർദ്ധക്യത്തിന് കാരണം കോശദ്രവമാണ്. കോശദ്രവം, കോശകേന്ദ്രം, ഈ പദങ്ങളൊക്കെ മതിയാവും. മറ്റു ഭാഷയിലേക്ക് ഞാൻ പോകേണ്ടതില്ല. ന്യൂക്ലിയസ് ഒന്നും ഇല്ലാതെ തന്നെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് കോശദ്രവത്തെ അവലംബമാക്കി കോശകേന്ദ്രത്തിനു പകരം വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടുള്ള പ്രാചീന ആചാര്യന്മാർ രോഗചികിത്സയിൽ രസായനങ്ങളുടെ പ്രാധാന്യം പറയുന്നത് കോശത്തെ വാർദ്ധക്യത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്നതിന് കൂടിയാണ്. അവിടെയാണ് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറഞ്ഞത്, ക്യാൻസറിൽ ആയുർവേദം കഴിഞ്ഞേ ഔഷധമുള്ളൂ. ബ്ലഫ് ചെയ്യാൻ പറഞ്ഞതല്ല. ഒട്ടേറെ തെളിവുകൾ തരാവുന്ന വിധത്തിൽ പറഞ്ഞതാണ്. അവയൊക്കെ ക്ലാസിക്കൽ റെമഡിയേ വേണ്ടൂ. ഒരു പുതിയ ഗവേഷണവും വേണ്ട. ഒന്ന്, അവയിൽ എല്ലാ ഔഷധവും ഉണ്ടായിരിക്കണം. പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയറിൽ നിരോധിച്ച മരുന്നുകൾ എഴുതാൻ പറ്റില്ല. അപ്പൊ അവയുണ്ടാവില്ല. ദുർലഭങ്ങളായ ഔഷധങ്ങൾ പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയറിൽ കയറിയാൽ അത് മുതലാവില്ല വിൽപ്പന രംഗത്ത്. അവയൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടാക്കുമ്പോൾ ദ്രവ്യത്തിന്റെ കൊളോയിഡൽ പ്രോപ്പർട്ടി, ദ്രവ്യത്തിന്റെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഇവയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ദ്രവ്യനിശ്ചയം വന്ന് ദ്രവ്യം സ്വീകരിച്ചാൽ ആയുർവേദം എങ്ങനെയാണ് ദ്രവ്യ കൽപ്പവിജ്ഞാനത്തിൽ അവയോരോന്നും ചേരുമ്പോഴെങ്ങനെയാണ്? ചിലത് വെറും കാറ്റലിസ്റ്റ് മാത്രമായിരിക്കും, ചിലത് മറ്റൊന്നിന്റെ കൊളോയിഡൽ പ്രോപ്പർട്ടി പുറത്തു കൊണ്ടുവരാനുള്ളതായിരിക്കും. ഇന്ന് ഞാനോ നിങ്ങളോ ഒരു പേറ്റന്റ് ഉണ്ടാക്കിയാൽ ദ്രവ്യവിജ്ഞാനം വേണ്ടത്ര പഠിക്കാതെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ
ആർക്കെങ്കിലും കൊടുത്ത് താൽക്കാലികമായി ഒരെണ്ണം രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ മരുന്നിറക്കിയാൽ അവ ഇതര കോശങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിന് പഠനമില്ല. അതാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് മുട്ടുകുത്തുന്നത്. കീമോതെറാപ്പിയിലും റേഡിയേഷനിലുമെല്ലാം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള ഔഷധങ്ങൾ എത്രത്തോളം ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ കൂടി നശിപ്പിക്കുന്നു. അവിടെയാണ് ദ്രവ്യവിജ്ഞാനം ആയുർവേദത്തിൻ്റെത് സമഗ്രമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ദ്രവ്യകൽപ്പവിജ്ഞാനം എടുക്കുമ്പോൾ ക്ലാസിക്കൽ യോഗങ്ങൾ ഏതും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം. അവയിൽ ഒരെണ്ണം പോലും ദ്രവ്യത്തിന്റെ മൈക്രോ തലം വരെ വരുന്ന ഊർജതന്ത്രത്തിന്റെ തലങ്ങളിലുള്ളതല്ല. ആയുർവേദം പഠിക്കുമ്പോഴും നമുക്കറിയാം, ആയുർവേദത്തിൽ ഗുളികകളായും ചൂർണങ്ങളായും കഷായങ്ങളായും ലേഹ്യങ്ങളായും ഘൃതങ്ങളായും സ്വരസങ്ങളായും ഒക്കെ എടുക്കുന്ന ഔഷധങ്ങൾ ഏത് പരിമാണം വരെ എത്തിയവയായിരിക്കും. ആയുർവേദത്തിലെ പരിമാണങ്ങളും നിങ്ങൾക്ക് അന്ധവിശ്വാസമെന്ന് പറയാൻ പോകുന്നതാണ്. സാധാരണക്കാരന് വരെ മനസ്സിലാകണമെന്നോർത്ത് സൂക്ഷ്മതലങ്ങളിലേക്ക് എത്തുമ്പോൾ വംശി മുതലാണ് ആയുർവേദം സൂക്ഷ്മ അളവുകളെ പറയുന്നത്. വംശി എന്ന് പറഞ്ഞാൽ ഒരു ജനാലയിലൂടെ വരുന്ന സൂര്യപ്രകാശം, അതിൽ കാണുന്ന പൊടിപടലങ്ങൾ, അതിലൊരു പൊടി ഒരു വംശിയാണ്. ഇതിന് ത്രസരേണു എന്നും പറയും. അതിൻ്റെ 30-ൽ1 ഭാഗമാണ് ഒരണു. ഏതാണ്ടൊന്ന് ഊഹിക്കാൻ, ഒരാൾക്ക് ഊഹിക്കാൻ. ഇങ്ങനെ പൊടിപടലങ്ങൾ കാണാറുണ്ടോ? ഇല്ല. പ്രകാശത്തിൽ പറക്കുന്ന പൊടി നിങ്ങളുടെ ഔഷധ നിർമ്മാണ സ്ഥലത്ത് ചെന്നാൽ അവിടെ വായു ഉപയോഗിച്ചെടുക്കുന്ന സൂക്ഷ്മചൂർണം ഉണ്ടാക്കുന്ന മൈക്രോ പൾവറൈസറുകൾ ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇത്ര മൈക്രോൺസ് വായുവിൽ പറന്നാണ് കിട്ടുക. അതിലൊരെണ്ണത്തിന്റെ അളവാണ്, അതിലെ ഒരെണ്ണത്തിന്റെ അളവാണ് ഒരു ത്രസരേണു. ആ മരുന്നുകൾ പോലും മനുഷ്യന്റെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കില്ല. ഔഷധ പ്രയോഗത്തിൽ അവ നമ്മുടെ അകത്ത് ദഹിച്ചു ചേർന്നാൽ ഒരു പക്ഷേ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നേക്കാം. ഔഷധമെന്ന നിലയിൽ നേരിട്ട് കടക്കില്ല. ഔഷധമെന്ന നിലയിൽ നേരിട്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കണമെങ്കിൽ അതിനേക്കാൾ എത്രയോ സൂക്ഷ്മമായിരിക്കണം ഔഷധം. ഇവിടെയാണ് ആയുർവേദം യോഗങ്ങളെ വെച്ച് കഷായങ്ങളും സന്ധാനം ചെയ്ത അരിഷ്ടങ്ങളും ആസവങ്ങളും ഘൃതങ്ങളും ലേഹ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടുകൾ വേണ്ട യോഗങ്ങൾ മുഴുവൻ ചേർത്തിട്ടുണ്ടെന്നും അവ ഒരു നിമിഷം പോലും നിർത്താതെ ഇളക്കിയിട്ടുണ്ടെന്നും കാരണം ആ സെൻട്രിഫ്യൂഗൽ എനർജി അതിനെ യോജിപ്പിക്കുന്നതിൽ അതിലെ ജലത്തിൻ്റെ മോളിക്യൂളുകളെ ഖരത്വമുള്ള ഭൗമ തന്മാത്രകളും സാഖ്യമനുസരിച്ച് അവയെ ആശ്ലേഷിച്ച് യോജിപ്പിക്കുന്ന ജലതന്മാത്രകളും ഭൂതതന്മാത്രകൾ അവയെ തപിപ്പിച്ച് വിശ്ലേഷിപ്പിച്ച് പ്രയോജനപ്രദമാക്കുന്ന ആഗ്നേയ തന്മാത്രകളും അവയ്ക്ക് സ്പർശന ഗുണത്തെ തരുന്ന വായുവിന്റെ തന്മാത്രകളും ചേർന്ന്
നടത്തുന്ന ഒരു പ്രവർത്തനത്തെയാണ് ദ്രവ്യ വിജ്ഞാനത്തിൽ ആയുർവേദം ഉപയോഗിക്കുന്നതെങ്കിൽ ഈ തന്മാത്രകളെ ഭൗമ വായു തന്മാത്രകളെയെല്ലാം അതിന്റെ സൂക്ഷ്മതലങ്ങളിൽ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ലെങ്കിൽ അവയുടെ ചേർച്ചയിൽ അതിസൂക്ഷ്മങ്ങളായ തലങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നതെങ്കിൽ നാം കാണുന്ന സ്ഥൂലമായ ഒരു പഠനമല്ല ആയുർവേദം. ഇന്ന് പറയുന്ന നാനോ തലത്തിലും സൂക്ഷ്മമായ ഒരു പഠനമാണ്. അവിടെയാണ് അതിനുള്ളിലുള്ളതായ ദ്രവ്യത്തിന്റെ ജഡത്വം കളഞ്ഞ് ദ്രവ്യം ജഡമായിരിക്കുന്ന അവസ്ഥ മാറ്റി അതിനെ ചേതനമാക്കി അതിനെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ പാകത്തിന് രൂപാന്തരപ്പെടുത്തുന്നത്. ഞങ്ങളിതൊന്ന് അറിയുന്നതിനു വേണ്ടി ചരകസംഹിതയിലെ ഒരു ശ്ലോകം അവലംബമാക്കി ചരകസംഹിതയിൽ ശാശ്വതോയം ആയുർവേദഃ അനാദിത്വാത് ഭാവ സ്വഭാവ നിത്യത്വാത് സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത് ഇങ്ങനൊരു ശ്ലോകമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആയുർവേദ നിത്യമാണ്, ശാശ്വതമാണ്. എത്ര പരീക്ഷണം വന്നാലും ആയുർവേദം തകരില്ല. ഇത് അന്നത്തെ ഒരു ആചാര്യന്റെ പ്രതിജ്ഞയാണ്. ഒരു തമാശയായിട്ട് കൂട്ടാം, അങ്ങനെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുള്ളൂ പഠിച്ചാൽ. പക്ഷെ അതിന്റെ അനാദിത്വാത് അതും മാറ്റിവെക്കാം. ഭാവ സ്വഭാവ നിത്യത്വാത് അതായിരുന്നു ഞങ്ങളെ ചിന്തിപ്പിച്ചത്. ഒരു ദ്രവ്യത്തിന്റെ ഭാവം, ഭാവദ്രവ്യം, ആ സ്വഭാവം നിത്യമാണ്. അതാണ് ഞങ്ങൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതെന്നാണ് ചരകൻ പറഞ്ഞതിൻ്റെ ഏതാണ്ടൊരു സാരാംശം. മറ്റു വിപുലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വയ വ്യാഖ്യാനാദികളിലൂടെ പഠിക്കാം. എങ്കിലും ഏതാണ്ടൊരു സാരാംശം വളരെ ചെറുതായി എടുത്താൽ ദ്രവ്യത്തിന്റെ ഭാവം എടുത്ത ആ സ്വഭാവം നമ്മൾ പഠിച്ചാൽ നിത്യമാണ്. ദ്രവ്യം നിത്യമല്ല, ദ്രവ്യം പരിണാമിയാണ്. ഭാവത്തിന്റെ സ്വഭാവം നിത്യവുമാണ്. ഭാവം ദ്രവ്യത്തിന്റെ പ്രാണനാണ്. ദ്രവ്യത്തിന്റെ പ്രാണസ്പന്ദനം അന്തശ്ചേതനമായിരിക്കുന്നത് ബഹിരന്തശ്ചേതനമാക്കി പരിണമിപ്പിച്ചിട്ട് ഔഷധത്തിനായി ഉപയോഗിക്കുന്നു എങ്കിൽ അത് നിത്യമാണ്. ദ്രവ്യകൽപ്പവിജ്ഞാനത്തിൽ ഇത് വളരെ പ്രധാനമാണ്. മർക്കുറിയുടെ, ഗന്ധകത്തിന്റെ, ഇരുമ്പിന്റെ, ചെമ്പിന്റെയൊക്കെ അത് ചെമ്പും ഇരുമ്പും കിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളിലും ഇതൊക്കെ ഉപയോഗിച്ച് കാണാം. പഴയ കാലത്തെ കലങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ സ്വർണം മണ്ണിനൊപ്പം അതിസൂക്ഷ്മഭാവങ്ങളായി പരിണമിപ്പിച്ച് ഭസ്മീകരിച്ച് കലത്തിന്റെ മണ്ണിനോടൊപ്പം തേച്ചിരുന്നു. ആ കലയെടുത്ത് ഇന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ വേണ്ടത്ര സ്വർണത്തിന്റെ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. കമ്പിളിയുടെ നൂലും സ്വർണത്തിന്റെ നൂലും ചേർത്ത് വസ്ത്രങ്ങൾ നെയ്തിരുന്നു ഈ രാജ്യത്ത് വളരെ പ്രാചീന കാലം മുതൽ. ചെമ്പായി ഉപയോഗിക്കുവാൻ പറ്റാത്തിടങ്ങളിൽ മണ്ണിരയെ ഉപയോഗിച്ചിരുന്നു. മണ്ണിരയെ കൊണ്ടുവന്ന് മണ്ണിരയിൽ നിന്ന് ചെമ്പ് നീറ്റുമുറയിൽ എടുത്തിരുന്നു. അത്രയും പഴക്കമുള്ളവർ കണ്ടെത്തിയതും പഠിച്ചതും പഠിപ്പിച്ചതുമാണ് നിങ്ങളിരുന്ന് ഇന്ന് ക്ലാസ് റൂമുകളിൽ സംസ്കൃതത്തിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 15 കിലോ മണ്ണിരയെ കൊണ്ട് തന്നാൽ അതിൽ ചെമ്പുണ്ടെന്ന് പോലും നിങ്ങൾ സമ്മതിക്കില്ല. Am I right? ശരിയല്ല, ശരിയല്ല.
നല്ല കോപ്പർ, ഒരിക്കലും ക്ലാവ് പിടിക്കാത്ത കോപ്പർ. ആ മണ്ണിരയെ മരുന്നാക്കി കൊടുക്കുമ്പോൾ അപസ്മാരത്തിന് കുറവ് വരുന്നത് ഹോമിയോക്കാരൻ കൊടുക്കുന്ന കുപ്രമറ്റിന് പകരവും കോപ്പർ തന്നെയാണ്. അപ്പം അത് മണ്ണിരയിലുണ്ട് എന്ന് അറിയണമെങ്കിൽ ദ്രവ്യവിജ്ഞാനം നമുക്ക് അത്രയും വേണം. അതെത്ര സൂക്ഷ്മമായാണ് മണ്ണിരയിൽ ചെമ്പിരിക്കുന്നത്. മഹാഭൂനാഗ പ്രസാരണി തൈലത്തിൽ ചെമ്പിന്റെ ഏത് മൗലിക ഘടകങ്ങളാണ് എള്ളെണ്ണയുമായി ചേർന്ന് പങ്കുചേർന്നിരിക്കുകയും എള്ളെണ്ണ യോഗവാഹിയായി ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ കടന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതൊരു നസ്യത്തിലൂടെ നെറുകയിൽ ഒരു തുള്ളി വെക്കുന്നതിലൂടെ എങ്ങനെയായിരിക്കും പ്രയോജനപ്പെടുക? ഇത് കൊടുക്കുന്ന നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് പ്രയോജനപ്രദമാകുമെന്ന് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന പഠിപ്പ് കഴിഞ്ഞിറങ്ങിയാൽ ഉറപ്പുവരികയും കൊടുക്കാൻ തന്റെ ഇടമുണ്ടാവുകയും ചെയ്യുമോ? ചോദ്യം മനസ്സിലായില്ല. ആ തന്റെ ഇടം നിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസം, കൊടുത്താൽ അതിന്റെ പ്രയോജനം നേരിട്ട് കാണാവുന്ന ഒരു അനുഭവം ഉണ്ടായാൽ മാത്രമേ ആയുർവേദം അതിന്റെ തനതായ ദ്രവ്യവിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ലോകത്തിനും തനിക്കും പ്രയോജനപ്രദമാകുമാറ് വളരുകയും മാനുഷികത്തിന് പ്രയോജനമുള്ളൊരു ശാസ്ത്രമായി വികസിക്കുകയും ചെയ്യൂ. അതുകൊണ്ട് ദ്രവ്യ കൽപ്പവിജ്ഞാനത്തിലും ദ്രവ്യ പരിചയ വിജ്ഞാനത്തിലും ദ്രവ്യ ഗുണവിജ്ഞാനത്തിലും സംയുക്തമായൊരറിവ്, ഇത് ചെമ്പിന്റെ മാത്രമല്ല, വങ്കം, എല്ലാ വൈറസുകളെയും അമീബകളെയും ബാക്ടീരിയകളെയും ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് സീസം, ലഡ്. അഥർവവേദകാലം മുതൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV, ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളിവിടെ റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ടാവും, ശങ്കയൊന്നും വേണ്ട. വങ്കം ശരിയായ രീതിയിൽ കൊടുക്കുന്നുവെങ്കിൽ, നാഗം ശരിയായ രീതിയിൽ കൊടുക്കുന്നുവെങ്കിൽ, സ്രോതോഞ്ചനം ശരിയായ രീതിയിൽ കൊടുക്കുന്നുവെങ്കിൽ, അപാമാർഗയെ ശരിയായി ഉപയോഗിക്കുന്നുവെങ്കിൽ, ഗുൽഗുലുവിനെ മാഹിഷനേത്രിയായിരിക്കുന്ന ശുദ്ധി ചെയ്ത ഉത്തമമായ ഗുൽഗുലുവിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ, വൈദികരുടെ കാലം മുതൽ ഒരു വൈറസിനെയും ഒരു അമീബയെയും ഒരു ബാക്ടീരിയയെയും ബാക്കി വയ്ക്കുവാൻ കഴിയാത്ത വിധം ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഈ ഔഷധങ്ങൾ പൗരാണിക കാലം മുതൽ ഇന്നുവരെ ഇനിയും മുന്നോട്ടും ഫലപ്രദമായിരിക്കും.